imperfections in crystal. Imperfections in crystal, or that is called defects in crystal. Defects. Crystal എന്നാൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നു. ഇപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ക്രിസ്റ്റൽ ഉണ്ട്. അതായത് സ്റ്റോഷിയോമെട്രിക് ക്രിസ്റ്റലും നോൺ സ്റ്റോഷിയോമെട്രിക് ക്രിസ്റ്റലും. സ്റ്റോഷിയോമെട്രിക് ആൻഡ് സ്റ്റോഷിയോമെട്രിക് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ക്രിസ്റ്റൽ. ഇങ്ങനെ രണ്ട് ടൈപ്പാണ്. സ്റ്റോഷിയോമെട്രിക് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കയ്യില് 5 വിരലുണ്ട്. എല്ലാവരുടെയും കയ്യിൽ 5 വിരലുണ്ട്. ദാറ്റ് ഇസ് കറക്റ്റ് പ്രൊപ്പോർഷനാണ്. അങ്ങനെയാണ് വാട്ട് ഇസ് കാൾഡ് സ്റ്റോഷിയോമെട്രി ആണ്. ചിലരുടെ കയ്യിൽ കാണാൻ 6 വിരല് കാണാം. അപ്പൊ സ്റ്റോഷിയോമെട്രി അല്ല. ദാറ്റ് ഇസ് കാൾഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ക്രിസ്റ്റൽ. ദാറ്റ് മീൻസ് ക്രിസ്റ്റൽ വിച്ച് എക്സിബിറ്റ് ദി ഓർ വിച്ച് ഒബേ ദി ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അത് ഒബേ ചെയ്യുകയാണെങ്കിൽ സ്റ്റോഷിയോമെട്രിക് ക്രിസ്റ്റൽ ആണ്. അവിടെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് വാട്ട് ഇസ് കാൾഡ്. അപ്പൊ 5 വിരല് അതിനകത്ത് കൈ മുറിഞ്ഞു, ഡിഫക്റ്റ് ആയി. അല്ലെ കാലിന്റെ വിരലൊന്ന് മുറിഞ്ഞു, അല്ലെ എവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞു, നമ്മുടെ ബോഡി എവിടെയെങ്കിലും മുറിഞ്ഞു, ദാറ്റ്സ് ഡിഫക്റ്റ്. അല്ലെ പല്ല് പോയി, ഒരു ഡിഫക്റ്റ് ആയി. 2 പല്ല് പോയി, ഒരു ഡിഫക്റ്റ് ആയി. അപ്പൊ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിഫക്റ്റ് അറൈസ് ഇൻ ദി സ്റ്റോഷിയോമെട്രിക് ക്രിസ്റ്റൽ. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഡിഫക്റ്റ് അറൈസ് ഇൻ ദി നോൺ സ്റ്റോഷിയോമെട്രിക് ക്രിസ്റ്റൽ. എന്ന് പറഞ്ഞാൽ കറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലാത്ത കോമ്പൗണ്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ FeO എന്ന് പറയുന്നത് സ്റ്റോഷിയോമെട്രിക് ക്രിസ്റ്റലാണ്. പക്ഷെ Fe 0.95O ഇത് നോൺ സ്റ്റോഷിയോമെട്രിക് ക്രിസ്റ്റലാണ്. കറക്റ്റ് പ്രൊപ്പോർഷനിലല്ല, നമ്മൾ വിചാരിക്കുന്നതല്ല. ഇപ്പോ കറിക്ക് ഉപ്പ് ചേർക്കുന്നു, കറക്റ്റ് പ്രൊപ്പോർഷനിലാണെങ്കിൽ അത് വാട്ട് ഇസ് കാൾഡ് സ്റ്റോഷിയോമെട്രിക്. ഉപ്പ് കൂടുതൽ, അത് നോൺ സ്റ്റോഷിയോമെട്രിക്. വെള്ളം കൂടുതൽ, ഇപ്പൊ ചായ ഉണ്ടാക്കുന്നു, പാല് കൂടുതൽ, പഞ്ചസാര കൂടുതൽ, അത് കറക്റ്റ് എല്ലാം നോൺ സ്റ്റോഷിയോമെട്രിക് ആണ്. എല്ലാം കറക്റ്റ് ആണ് സ്റ്റോഷിയോമെട്രിക്. അവിടെ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഇപ്പൊ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് തന്നെ ലാറ്റീസ് ഡിഫക്റ്റും ഉണ്ട്, പോയിന്റ് ഡിഫക്റ്റും ഉണ്ട്. ലാറ്റീസ് ആൻഡ് പോയിന്റ് ഡിഫക്റ്റ്. ലാറ്റീസ് ഡിഫക്റ്റും പോയിന്റ് ഡിഫക്റ്റ്. ലാറ്റീസ് ഡിഫക്റ്റ് വേറെ പേര് അറിയപ്പെടുന്നത് ലൈൻ ഡിഫക്റ്റ് എന്ന് അറിയപ്പെടും. ലൈനെ കേൾക്കണമെങ്കിൽ അതൊന്നും വിചാരിക്കരുത്. ലാറ്റീസ് ഡിഫക്റ്റ് ആൻഡ് പോയിന്റ് ഡിഫക്റ്റ്. ഉദാഹരണം, നമ്മുടെ പല്ല് 32 ഉണ്ട്, 2 പല്ല് പോയേക്കുന്നു. ഇപ്പൊ 2 പോയിന്റ് 2 പല്ല് പോയേക്കുന്നു. ഇപ്പൊ നമ്മൾ പറയാൻ പോയിന്റ് ഡിഫക്റ്റ് ആണ്. നമ്മുടെ കൈയൊന്നും മുറിഞ്ഞു, ദാറ്റ് ഇസ് കാൾഡ് പോയിന്റ് ഡിഫക്റ്റ്. എവിടെങ്കിലും ഒരു പാർട്ട് എന്തെങ്കിലും ഒരു പാർട്ട് മാറുന്നു, ദാറ്റ് ഇസ് കാൾഡ് പോയിന്റ് ഡിഫക്റ്റ്. ദാറ്റ് ഡിഫക്റ്റ് അറൈസ് ഓൺലി 1 or 2 ആറ്റംസ്, അല്ലോ 2 പോയിന്റ്സ്. അങ്ങനെ വാട്ട് ഇസ് കാൾഡ് പോയിന്റ് ഡിഫക്റ്റ്. അത് ലാറ്റീസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് തളർന്ന് കിടക്കുന്നു, നമ്മുടെ എല്ലാം പോയി. ദാറ്റ് ഡിഫക്റ്റ് അറൈസ് ദ ഹോൾ ക്രിസ്റ്റൽ. ക്രിസ്റ്റൽ കംപ്ലീറ്റ് മാറുക, കംപ്ലീറ്റ് വ്യത്യാസം ഉണ്ടാവും. ദാറ്റ് ഇസ് കാൾഡ് വാട്ട് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അപ്പൊ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പൊ സോറി, ലാറ്റീസ് ഡിഫക്റ്റ്. ലാറ്റീസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ദ ഡിഫക്റ്റ് അറൈസ് ഇൻ ദി എൻടയർ ക്രിസ്റ്റൽ. മൊത്തം ഒരാൾക്ക് ആക്സിഡന്റ് ആയി, മൊത്തം കാലും ഒടിഞ്ഞ് പറലാൻ കിടക്കുക. ദാറ്റ് ഇസ് കാൾഡ് വാട്ട് ലാറ്റീസ് ഡിഫക്റ്റ്. പിന്നെ എഴുതാൻ പറ്റില്ല. ലാറ്റീസ് ഡിഫക്റ്റ്, അതായത് പോയിന്റ് ഡിഫക്റ്റ്. ഒരു കൈ മുറിഞ്ഞു, അല്ലെങ്കിൽ കാലൊന്ന് മുറിഞ്ഞു, അല്ലെങ്കിൽ കാളൊന്ന് വിളിക്കി, ദാറ്റ് ഇസ് കാൾഡ് വാട്ട് പോയിന്റ് ഡിഫക്റ്റ്. That is defect arise only 1 or 2 atoms. That is called point defect. The defect arise in the whole crystal is called what? Lattice defect. ഇത് മനസ്സിലാക്കാം. നമുക്ക് ഇവിടെ പോയിന്റ് ഡിഫക്റ്റിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈ സ്റ്റോഷിയോമെട്രിക്കില് പോയിന്റ് ഡിഫക്റ്റ് എങ്ങനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും? അത് 2 നമുക്ക് പഠിക്കാറുണ്ട്. ഒന്ന് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്നും മറ്റൊന്ന് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഫ്രങ്കൽ മനസ്സിലാക്കണം. ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്. സ്റ്റോഷിയോമെട്രിക്കില് ഷോർട്ട് കീ ഡിഫക്റ്റ്, ഫ്രങ്കൽ ഡിഫക്റ്റ് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നോൺ സ്റ്റോഷിയോമെട്രിക്കില് ആദ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാം, 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റും മറ്റൊന്ന് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. ആദ്യം 2 പറഞ്ഞ് നമുക്ക് പറഞ്ഞുണ്ട്. ഇതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ്. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ
ആദ്യം നമുക്ക് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യാം. ഞാൻ 4 പാർട്ടിക്കിളെ കാണിക്കാം. 4 പാർട്ടിക്കിൾ ഇങ്ങനെ കാണിക്കുകയാണ്. നോക്കണം. മൂന്നാണ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. ഇങ്ങനെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുക. കറക്റ്റ് ഓർഡറിലാണ്. ഇതിനകത്ത് യാതൊരു ഡിഫക്റ്റീവ് ഇല്ല. ഒരു ഡിഫക്റ്റീവ് ഇല്ല. എങ്ങോട്ടും മൂവ് ചെയ്തിട്ടില്ല. എല്ലാം കറക്റ്റ് ഓർഡറിലാണ്. പോസിറ്റീവ് നെഗറ്റീവ് NA പ്ലസ് ആണ് NA പ്ലസ് Cl മൈനസ് NA പ്ലസ് Cl മൈനസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. കറക്റ്റ് പ്രൊപ്പോർഷൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഷോർട്ട് ഡിഫക്റ്റ്. ഇവിടെ ഡിഫക്റ്റ് ഒന്നും വന്നിട്ടില്ല. ഡിഫക്റ്റ് വരാൻ പോവാണ്. ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് ഡിഫക്റ്റ് ആയി. The defect arises in the due to the missing of equal number of cation and anion. Equal number of cation and anion missing from the crystallization. ഒരു കാറ്റൻ പോകാൻ ആനയും പോകണം. 2 കാറ്റൻ പോകണം. 2 കാറ്റൻ പോകണം. 2 ആനയോണം 2 കാറ്റോണം. 3 കാറ്റോണം പോവാണെങ്കിൽ 3 ആനയോണം പോയിരിക്കണം. That is what is called about short key defect. അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? It arises due to the missing up of equal number of cation and anion from the crystallities. വരച്ചു കഴിയും. ഇതാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റ് അറിയാമെന്ന് ഞാൻ വെച്ചാൽ മതി. അല്ല വേറെ ഒന്നും നോക്കണ്ട. ഇഷ്ടമെടുത്ത എവിടെ നിന്നല്ല ഇഷ്ടമെടുക്കുക. ഇത് കാറ്റാണ് ആനയാണ് പോവുക. ഷോർട്ട് കീ. ഈ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന എല്ലാ ക്രിസ്റ്റലും കാണിക്കില്ല. ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ്, അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സിസിയം, ഫ്രാൻസിയം, ഇതിന്റെ ക്ലോറൈഡുകളോ ബ്രോമൈഡുകളോ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്, അതായത് ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ്. ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റൽ ഹാലൈഡ്സ് ആണ് NaBr, LaBr, KSBr ഇങ്ങനെയുള്ള കോമ്പൗണ്ടാണ് ഇത് കാണിക്കുന്നത്. അതിനെ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളാണ്. ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കാൻ 2 കാരണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, കാറ്റയോണിന്റെ സൈസ് എപ്പോഴും ബിഗർ ആകണം ദാൻ ദാറ്റ് ഓഫ് ആനിയോൺ. ഇതിനേക്കാളും ബിഗർ ആയിരിക്കണം. ഒരു കണ്ടീഷൻ അതാണ്. സൈസ് ഓഫ് ദ കാറ്റയോൺസ് ആർ ബിഗർ ആയിരിക്കണം ദാൻ ദി ആനിയോൺ. 2, ഇറ്റ് എക്സിബിറ്റ് ഹൈ കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ ഹൈ ആയിരിക്കണം. ഈ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കൂ. ഇപ്പൊ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന 2 കണ്ടീഷൻ എന്താ? ഒന്ന്, സൈസ് ഓഫ് ദ കാറ്റയോൺ ഷുഡ് ബി ബിഗർ ദാൻ ദാറ്റ് ഓഫ് ദി ആനിയോൺ. സെക്കൻഡ് വൺ, ഇറ്റ് എക്സിബിറ്റ് ഹൈ കോർഡിനേഷൻ നമ്പർ. അതുകൊണ്ടാണ് AgCl കാണിക്കാത്തത്. AgCl സൈസ് Cl-നേക്കാൾ ചെറുതാണ്. അതുകൊണ്ടാണ് AgCl ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക. ചോദിച്ചാൽ അങ്ങനെ പറയാം. ഇനി അടുത്ത നോക്കാം, ഫ്രങ്കൽ ഡിഫക്റ്റ് എന്താ കാരണം നോക്കാം. ഫ്രങ്കൽ ഡിഫക്റ്റിലേക്ക് വരാം. ഇത് ഉടക്കട്ടോ. തുടച്ചു കഴിഞ്ഞാൽ ഫ്രങ്കൽ ഡിഫക്റ്റിലേക്ക് പോകാം. ഡിഫക്റ്റ് ഇല്ലാത്ത ക്രിസ്റ്റൽ ആദ്യം നോട്ട് ചെയ്യുക. ഇനി ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റയോൺ പതുക്കെ ഇറങ്ങും. അവിടെ ഇറങ്ങിയിട്ട് അതിന്റെ ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ പോയി, ഇടയ്ക്ക് പോയി. ഈ സ്ഥലത്തല്ല, ഇടയ്ക്ക് പോയിരിക്കണം. ഇങ്ങനെ കിട്ടുവാണെങ്കിൽ വാട്ട് ഈസ് കാൾഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. എ കാറ്റയോൺ ഈസ് leaving from the crystallities and occupied at the interstitial position of the crystallities. Leaving from the crystallities and occupied at the interstitial position of the crystallities. Then we got what is called what? Short key defect. Short key defect. Sorry, short key defect. Sorry, fungal defect. Short key defect is fungal defect. That is fungal defect. അപ്പൊ ഇതിന് നേരത്തെ കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ സൈസസ് സെയിം ആവണമെന്നോ അല്ലെങ്കിൽ സൈസ് ഗ്രേറ്റർ ആയിരിക്കണമെന്നോ പറയുന്നു. പക്ഷെ ഇവിടെ അങ്ങനല്ല. കാറ്റയോണിന്റെ സൈസ് സ്മോളർ ആയിരിക്കണം എങ്കിലും ഇവിടെ വന്നിരിക്കാനുള്ളൂ. കാറ്റയോണിന്റെ സൈസ് ഈസ് സ്മോളർ വെൻ കമ്പയർഡ് ടു ആനിയോൺ.
എങ്കിൽ മാത്രമേ ഇത് കാണിക്കുള്ളൂ. അതുകൊണ്ടാണ് AgCl ഫ്രങ്കൽ ഡിഫക്ട് കാണിക്കും, സിംഗ്ലോറയുടെ ഫ്രങ്കൽ ഡിഫക്ട് കാണിക്കും. ഇതിന്റെ കാരണം എന്താണ്? കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈസ് ചെറുതാണ്, ഇതിനേക്കാളും ചെറുതാണ്, അതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ. രണ്ട്, മറ്റേ ഹൈ കോർഡിനേഷൻ നമ്പർ, ഇത് ലോ കോർഡിനേഷൻ നമ്പർ ആയിരിക്കും. ഈ രണ്ട് കാരണം തരും ഫ്രങ്കൽ ഡിഫക്ട് ആ രണ്ട് കാരണങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഷോർട്ട് കീ ഡിഫക്ട് ഫ്രങ്കൽ ഡിഫക്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ രണ്ടെണ്ണം പോകുന്നുണ്ട്. കാറ്റോൺ ആനോൺ പോവില്ലേ, മാസ് പറയും. ഇവരുടെ ഡെൻസിറ്റി മാസ് ബൈ വോളിയം ഫീൽഡ് ഡെൻസിറ്റി, വോളിയത്തിന് മാറ്റമില്ല. രണ്ടെണ്ണം പോയത് മാസ് കുറയും, മാസ് വരെ ഡെൻസിറ്റി കുറയും. അപ്പൊ ഷോർട്ട് കീ ഡിഫക്ട് ഡെൻസിറ്റി കുറയും. പക്ഷേ ഫ്രങ്കൽ ഡിഫക്ട് ഡെൻസിറ്റി കുറയുന്നത് ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം ഇവിടെ നിന്ന് ഇവിടെ തന്നെ ഇരിക്കില്ല, മാസിന് മാറ്റം ഉണ്ടാവുന്നത്. ഇവിടെ വന്നിറങ്ങി ഇവിടെ വന്നിട്ട് ഈ ഇവിടെ തന്നെ വന്നിരിക്കുക. അപ്പൊ മാസിന് വരെ ചേഞ്ച് ഇല്ല, ഡെൻസിറ്റി നോ ചേഞ്ച് അല്ല. ഇവിടെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും, നോട്ട് ചേഞ്ച് ഇൻ ഡെൻസിറ്റി. അത്ര ഓർത്ത് കഴിഞ്ഞാൽ ഷോർട്ട് കീ ഡിഫക്ട് ഫ്രങ്കൽ ഡിഫക്ട് ദാറ്റ്സ് ഓൾ. That's very important one, short key and front. ഇനി മറ്റൊന്ന് അടുത്തത് മെറ്റൽ എക്സസ് ഡിഫക്ട്. മെറ്റൽ ഡെഫിഷ്യൻസി. മെറ്റൽ എക്സസ് എന്ന് പറഞ്ഞാൽ കാറ്റോൺ കൂടുതൽ, ആനിയോൺ കുറവ്. നോക്കാം, അവിടെ തന്നെ വരച്ച് നോക്കാം, ഇതിനകത്ത് തന്നെ വരച്ച് നോക്കാം. ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് വരയ്ക്കാൻ പോവാം. മെറ്റൽ എക്സസിലേക്ക് വരയ്ക്കുകയാണ്. അതില് എക്സസ് മെറ്റൽ കാറ്റോൺ കൂടിയിരിക്കണം. കാറ്റോൺ കൂടണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ടാവും. ഒന്നുകില് ഒരു ആനിയോൺ എടുത്ത് കളയുക, വേറെ ആനിയോൺ വേക്കൻസി ഉണ്ടാകും, ആനിയോൺ വേക്കൻസി. അല്ലെങ്കിൽ എക്സ്ട്രാ കാറ്റോൺ ഉപയോഗിക്കുക, എക്സ്ട്രാ കാറ്റോൺ. മെറ്റൽ എക്സസ് ആകത്തില്ലേ, ആനിയോൺ വേക്കൻസി. ഒരു ആനിയോൺ എടുത്ത് കളയുമ്പോൾ കാറ്റോൺ കൊടുത്തില്ലേ. അപ്പൊ 5 ആനിയോണും 5 കാറ്റോണും വെക്കുവാണെങ്കിൽ ഒരു ആനിയോണിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കാറ്റോൺ 5 ആനിയോൺ 4 ഒരു ആനിയോൺ വേക്കൻസി ഉണ്ടാവും. മറ്റേ എക്സ്ട്രാ കാറ്റ്, ഒരു കാറ്റോണിന് എക്സ്ട്രാ ഉണ്ട്. അപ്പൊ കാറ്റോണിന്റെ ഡെഫിഷ്യൻസി കൂടും. ഇവിടെ അതുപോലെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റില് അത് രണ്ടെണ്ണം. ഒന്നുകില് എക്സ്ട്രാ അല്ലെങ്കിൽ കാറ്റോൺ വേക്കൻസി, കാറ്റോൺ വേക്കൻസിയും എക്സ്ട്രാ ആനിയോൺ, എക്സ്ട്രാ ആനിയോൺ. ആദ്യം ആനിയോൺ വേക്കൻസി എടുത്ത് നോക്കാം, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് നോക്കാം. ഒരു ആനിയോൺ വേക്കൻസി, ഒരു ആനിയോണിനെ എടുത്ത് കളയുക. പോയി, എവിടെ പോയി? ആനിയോൺ വരുമ്പോൾ ഇപ്പോൾ ന്യൂട്രലാണോ? അല്ല. ന്യൂട്രലാക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ കയറി ഈ ഭാഗത്ത് കയറി. ആനിയോൺ പോയി, CL- പോയി കഴിയുമ്പോൾ ഇലക്ട്രോൺ അവിടെ കയറി ഓക്യുപ്പൈ. ആ സെന്ററിനെ പറയുന്ന പേരാണ്, അതായത് ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുന്നില്ലെങ്കിൽ പട്ടി കയറിയിരിക്കുന്ന പറഞ്ഞോണം. ഇവിടുന്ന് ആനിയോൺ പോയി, ഇനി വന്നില്ല, അപ്പൊ ഇത് ഇലക്ട്രോൺ ഓടി തുടങ്ങിയിരിക്കും. ആ സെന്ററിന്റെ പേര് പറയുന്നത് ദാറ്റ് ഈസ് കാൾഡ് വാട്ട്? എഫ് സെന്റർ. വാട്ട് ഈസ് ഇൻ ബൈ എഫ് സെന്റർ എന്ന് ചോദിച്ചാൽ, an anion is leaving from the missing from the crystallite. Leaving അല്ല, missing from the crystallite is and create a hole. In order to maintain electrical neutrality, in order to obtain electrical neutrality, an electron is occupied in that position. This center is called what? F center. ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ അവിടെ ഒരു ഹോൾ ഉണ്ടാവുകയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഇലക്ട്രോൺ, അത് നെഗറ്റീവ് ചാർജ് ആവും, ഒരു ഇലക്ട്രോൺ അവിടെ കയറിയിരിക്കുകയും ചെയ്യും. അവിടെ കയറിയിരിക്കുകയും ചെയ്യും. നമ്മൾ ബസ്സിൽ നിന്ന് ഇരിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ആൾ കയറിയിരിക്കുന്ന പോലെ അവിടെ കയറിയിരിക്കുകയും ചെയ്യും. And that is called what? F center. What is in the F center? An anion is removed from the crystallite is create a hole. This hole is occupied by an electron. This center is called what? F center. ഈ എഫ് സെന്റർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ലിഥിയം ക്ലോറൈഡിന്, സോഡിയം ക്ലോറൈഡിന്, പൊട്ടാസ്യം, ഇത് മൂന്നും പ്രത്യേകത്വമാണ്. ലിഥിയം ക്ലോറൈഡിന് സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം കളർ വെച്ചു, സോഡിയം ക്ലോറൈഡ് യെല്ലോ കളർ ഫോം ചെയ്യാനുള്ള കാരണം ഇതാണ്.
അതിന്റെ എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരുപാട് ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ നന്നായി ഉയർത്തി കഴിഞ്ഞാൽ നമ്മൾ കോളം ടൈപ്പാന്ന് നോക്കിയാൽ എല്ലാ കളറും ഉണ്ടാവും. അതിന്റെ കാരണം ഇതാണ്, എപ്സെൻഡറാണ്, ക്രിയേഷൻ എപ്സെൻഡർ. എപ്സെൻഡർ എല്ലാ കളറും പിങ്ക് കളർ, ലിഥിയം ക്ലോറൈഡ് പിങ്ക് കളറാണ്. പൊട്ടാസ്യം ക്ലോറൈഡ്, ഇപ്പൊ ലിഥിയം ക്ലോറൈഡ് പിങ്ക് കളറ്, സോഡിയം ക്ലോറൈഡ് എല്ലാ കളറ്, പൊട്ടാസ്യം ക്ലോറൈഡ് വയലറ്റ് കളർ. ഇതിന്റെ കാരണം ഇതാണ്, ക്രിയേഷൻ ഓഫ് വാട്ട് ഇസ് കോൾഡ് വാട്ട് എപ്സെൻഡർ. വൈ ഇത് കളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്ക് ആൻസർ കൊടുത്താൽ മതി. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ക്രിയേഷൻ ഓഫ് എപ്സെൻഡർ. ദാറ്റ്സ് ഓൾ. വൈറ്റ് എക്സിബിറ്റ് പിങ്ക് കളർ, ക്രിയേഷൻ ഓഫ് എപ്സെൻഡർ. വൈറ്റ് ഗീവ്സ് എല്ലാ കളർ എപ്സെൻഡർ. വയലറ്റ് കളർ എപ്സെൻഡർ കളർ. അത് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ അവിടെ ഈ രണ്ടെണ്ണം ഇവിടെ പൂർണ്ണമാണ്. ഷോർട്ട് ചെയ്തിട്ട് മെറ്റൽ എക്സസ് ഡിഫക്ട്. അപ്പൊ മെറ്റൽ എക്സസ് ഡിഫക്ട് എന്ന് പറയുമ്പോൾ ആനോൺ വേക്കൻസി ആണ്. ആനോൺ വേക്കൻസിനെ പറ്റി പറയുന്നത്, ആനോൺ വേക്കൻസി ഉണ്ടായി സംഭവം ഇതായി. ഈ അടുത്തത് എക്സ്ട്രാ കാറ്റ്, നോക്കാം. ഇലക്ട്രോൺ ഒരു എക്സ്ട്രാ കാറ്റ് ഉണ്ട്. ഒരു കാറ്റാണ് എക്സ്ട്രാ ആഡ് ചെയ്യുക. വേറെ സ്ഥലമില്ല, ഇവിടെ ഇരിക്കുന്ന സ്ഥലമില്ല. ഒരു കാറ്റാണ് ആഡ് ചെയ്യുക, ഒരു എക്സ്ട്രാ കാറ്റ്. ഇപ്പോൾ കാറ്റയോൺ കൂടുതലായി. ഇപ്പോൾ കാറ്റയോൺ കൂടുതലായി. അപ്പൊ ആനോന്റെ ചാർജ് കുറവല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഒരു ഇലക്ട്രോൺ ഓക്യുപ്പൈഡ് ഇൻ ദി ഇൻഡസ്ട്രിയൽ പൊസിഷൻ. ഇതാണ് മാറ്റിക്സ് എക്സ്ട്രാ കാറ്റ്. അപ്പൊ ഒരു കാറ്റയോൺ വന്ന്, എക്സ്ട്രാ കാറ്റയോൺ വന്ന്, that occupied industrial position of the crystal lattice in order to maintain electrical neutrality, an electron occupied in the interstitial position of the crystal lattice. അതുകൊണ്ടാണ് സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ Zn2++ O2+ ഇലക്ട്രോൺ ആണ്. ഈ ഇലക്ട്രോൺ കയറിക്കൊണ്ടിരിക്കും. എല്ലാ കളർ വന്നതിന് കാരണം ഇതാണ്. ഇത് എക്സ്ട്രാ കാറ്റാണ്. ഈ Zn2+ ഇലക്ട്രോൺ ഉണ്ടാവും. ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ്, ഇലക്ട്രോൺ ഇവിടെ ഈ ഇത് ഇങ്ങനെ ആവുന്നത് കൊണ്ടാണ് ഇതിനെ പിങ്ക് കളർ ഫോം ചെയ്യുന്നത്. സോറി, യെല്ലോ കളർ ഫോം ചെയ്യുന്നത്. കാരണം സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ യെല്ലോ കളർ ഉണ്ടാകുന്നതിന് കാരണം ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാണ്. വേറെ എന്തെഴുതിയാലും മാറ്റരുത്. ഞാൻ രണ്ട് ഇമ്പോർട്ടൻ്റ് ആണുള്ളത്. ഇനി കാറ്റയോൺ വേക്കൻസിയിലേക്ക് വരാം. അടുത്ത കാറ്റയോൺ വേക്കൻസി. വീണ്ടും നമുക്ക് തിരിച്ചു പോവാം. കാറ്റയോൺ വേക്കൻസി. യെസ്, നമ്പർ കാറ്റയോൺ വേക്കൻസി ആണ്. വീണ്ടും പഴയതുപോലെ എത്തി ഒരു കാറ്റയോൺ വേക്കൻസി ഉണ്ടാക്കുക, ഒരു കാറ്റയോണെ കളയുക. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് കുറവല്ലേ? ഇപ്പൊ പോസിറ്റീവ് ചാർജ് കൂട്ടണം. അപ്പോൾ ഇവിടെ ഇപ്പൊ Na+ ആണ് നിൽക്കുന്നത്. ഇതെല്ലാം Na+, Na+ ആയിരിക്കും. ഇതിനകത്ത് ഒരു കാറ്റയോൺ പോയി കഴിഞ്ഞാൽ ചാർജ് കൂടണമെങ്കിൽ, കാറ്റയോണിന്റെ ചാർജ് കൂടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ചാർജ് ഇൻക്രീസ് ബൈ 1 യൂണിറ്റ് ആയിട്ട് A+, B-, A+, B- അങ്ങനെ ഇത് A+, A2+ ആണ്. A cation is removed on the crystal lattice in order to maintain electrical neutrality. The charge of the positive charge increase by 1 unit. That becomes it is 2+. ഇതാണ് called cation. എക്സ്ട്രാ ആനോൺ എന്തായിരിക്കും നോക്കാം. എക്സ്ട്രാ ആനോൺ നോക്കാം. വീണ്ടും പോസിറ്റീവ് എക്സ്ട്രാ ആനോൺ ഒരു ആനയും കൊടുക്കുക, ഒരു എക്സ്ട്രാ ആനയോൺ കൊടുക്കുക, ഒരു എക്സ്ട്രാ ആനയോനെ കൊടുക്കുക. ഇവിടെ ഇരിക്കാൻ നല്ല കൊടുക്കും. ഇപ്പോഴും പോസിറ്റീവ് ചാർജ് കുറവാണ്. അപ്പൊ എന്ത് ചെയ്യും? അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള കാറ്റയോണിന്റെ ചാർജ് ഇൻക്രീസ് ബൈ 1 യൂണിറ്റ് പോകും. ഇൻക്രീസ് ബൈ 1 യൂണിറ്റ്. ഒരു ആനയം കൊടുക്കുമ്പോൾ ഇതിനോട്ട് മെയിൻ ഇലക്ട്രിക് ന്യൂട്രാലിറ്റി എക്സ്ട്രാ കാറ്റയോൺ ഒരു ചാർജ് ദി കാറ്റയോൺ ഇൻക്രീസ് ബൈ 1 യൂണിറ്റ്. That is what is called what extra. Anyway, ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് 1, 2, 3 ഇതിനകത്ത് മൂന്നാമത്തെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഏതാണ്? സിങ്ക് ഓക്സൈഡ് എപ്സെൻഡർ. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഏതാണ്? എക്സ്ട്രാ കാറ്റയോൺ സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ കളർ ഉണ്ടാവുന്നത് വ്യത്യാസം എന്താണ്?
ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു പോയിന്റൂടെ പറയാം, ഒരു ഡിഫക്റ്റൂടെ പറയാം. ദാറ്റ് ഈസ് കാൾഡ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് അതൊന്നും പറഞ്ഞേക്കാം. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ഇപ്പൊ ഇത് NA പ്ലസ് CL മൈനസ് ഇരിക്കട്ടെ. NA പ്ലസ് CL മൈനസ് ആണ്. NA പ്ലസ് CL മൈനസ് NA പ്ലസ് CL മൈനസ് NA പ്ലസ് CL മൈനസ് ഇരിക്കട്ടെ. ഒരു എക്സാമ്പിൾ എടുക്കുന്നേ ഉള്ളൂ. CL ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഇപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഇതിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ട് നമ്മൾ എന്ത് അറിയാം, വേറെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ കറി ഉണ്ടാക്കുമ്പോൾ കറിക്കകത്ത് ഉപ്പ് മറ്റ് മസാലപ്പൊടിയൊക്കെ ചേർക്കും. ഇതിനു വേണ്ടി നമുക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യും. നമ്മൾ കഴിക്കാൻ പെട്ടെന്ന് നല്ല രുചിയായിട്ട് പെട്ടെന്ന് കഴിക്കും. അതുപോലെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. ഉദാഹരണം ആഡ് ചെയ്യുന്നത് CdCl2 അല്ലെങ്കിൽ SrCl2 ആഡ് ചെയ്യുന്നത്, സ്ട്രോൺഷ്യം ക്ലോറൈഡ്. ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ചാർജ് 2+ ആണ്, Cd2+ ആണ്. ഇതിനകത്ത് ചാർജ് Na+ ആണ്. 2 Na+ മാറിയിട്ട് ഉള്ളൊരു Cd2+ ആണ്. അപ്പൊ അതിൽ വേക്കൻ ഉണ്ടാവത്തില്ലേ? ഈ വേക്കൻ ഉണ്ടാവുന്നത് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അവിടെ കണ്ടക്ടിവിറ്റി. ഇതാണ് ഇമ്പ്യൂരിറ്റി. അതായത് 2 കാറ്റയോൺ, 2 mono positive charge ഉള്ള cation remove from the crystal lattice and occupied a double positive cation leaving behind 1 pole. This increases the conductivity of the crystal, and that is about this charge point imperfections in crystals. അപ്പോൾ imperfections in crystal. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കാം.